വിശുദ്ധ ഹജ്ജ് കർമ്മത്തിന്റെ ഭാഗമായി അറഫയിൽ ഒരുമിച്ച് കൂടുന്ന ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് വിശ്വാസികളെ അഭിസംബോധന ചെയ്യുക മസ്ജിദുൽ ഹറമിന്റെ മേധാവി ഇമാം ഷെയ്ഖ് സാലിഹ് ബിൻ ഹുമൈദ് ആയിരിക്കും. ഹറമിലെ ഇമാമും ഖതീബുമായ ഷെയ്ഖ് ഡോക്ടർ സാലിഹ് ബിൻ ഹുമൈദിനെ ഈ വർഷത്തെ ഹജ്ജിനുള്ള അറഫ പ്രഭാഷണത്തിന് വിശുദ്ധ പള്ളിയുടെ സൂക്ഷിപ്പുകാരൻ സൽമാൻ ബിൻ അബ്ദുൽ അസീസ് രാജാവ് അംഗീകാരം നൽകിയതായി സൗദി പ്രസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തു. ദുൽഹിജ 9 ലുഹർ അസർ നമസ്കാരങ്ങൾ ഒരുമിച്ച് നടത്തുന്നതിന് മുൻപ് അറഫ പർവ്വതത്തിലെ മസ്ജിദ് അൽ നിംറയിൽ നിന്നാണ് പ്രഭാഷണം നടത്തുക. നിലവിൽ ഹറമിലെ 9 ഇമാമുമാരിൽ ഒരാളാണ് ഷെയ്ഖ് ഡോക്ടർ സാലിഹ് ബിൻ ഹുമൈദ്. 1993 മുതൽ സൗദി മജ്ലിസ് അൽ ഷൂറയിൽ സൗദി അറേബ്യയിലെ കൺസൾട്ടേറ്റീവ് അസംബ്ലി അംഗമാണ് ഇദ്ദേഹം. 2002 ഫെബ്രുവരി മുതൽ 2009 ഫെബ്രുവരി വരെ മജ്ലിസ് അൽ ഷൂറയുടെ സ്പീക്കറുമായും അദ്ദേഹം പ്രവർത്തിച്ചു. മക്കയിലെ അറബിക് ഭാഷാ അക്കാദമിയിലെ അംഗവും ജിദ്ദയിലെ ഇന്റർനാഷണൽ ഇസ്ലാമിക് ഫിഖ് അക്കാദമിയുടെ പ്രസിഡന്റുമാണ്. സൗദി അറേബ്യ മുൻ ചീഫ് ജസ്റ്റിസ് ഇബ്നു ഹുമൈദിന്റെ മകനാണ് ഇദ്ദേഹം. സൗദിയിൽ കഴിഞ്ഞ ദിവസം മാസപ്പിറവി ദൃശ്യമായിരുന്നു. ഇത് പ്രകാരം അറഫ ദിനം ജൂൺ 5 വ്യാഴാഴ്ചയും ബലിപെരുന്നാൾ വെള്ളിയാഴ്ചയുമായിരിക്കും. വിവിധ ഭാഗങ്ങളിൽ മാസപ്പിറവി ദൃശ്യമായതിനെ തുടർന്നാണ് തീരുമാനം പ്രഖ്യാപിച്ചത്. ഇതോടെ ഹജ്ജിനുള്ള അവസാനഘട്ട ഒരുക്കങ്ങളിലേക്ക് തീർത്ഥാടകരും അധികൃതരും കടന്നു. ഹജ്ജ് ചടങ്ങുകൾക്ക് ജൂൺ 4 ദുൽഹിജ 8 തുടക്കം കുറിക്കുക. ദുൽഹജ്ജ് 7 വൈകിട്ടോടെ തന്നെ ഹാജിമാർ മക്കയിൽ നിന്നും നീങ്ങിത്തുടങ്ങും. ജൂൺ 9 അഥവാ ദുൽഹജ്ജ് 13 ചടങ്ങുകൾ അവസാനിക്കും. Waytonikah.com, the exclusive Muslim matrimonial site.